കഞ്ചാവ് വിൽപ്പനയ്ക്കെതിരെ പോലീസിൽ പരാതിപ്പെട്ട സഹോദരങ്ങൾക്ക് ലഹരി മാഫിയയുടെ ആക്രമണം. കാട്ടായിക്കോണം സ്വദേശി രതീഷിനെ വെട്ടിയ സംഘം സഹോദരൻ രജനീഷിനെയും ക്രൂരമായി മർദ്ദിച്ചു. പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ 8 പേർക്കെതിരെ പോത്തൻകോട് പോലീസ് കേസെടുത്തിട്ടുണ്ട്. പോലീസിൽ നിന്നാണ് പ്രതികൾക്ക് വിവരം ചോർന്നു കിട്ടിയതെന്ന ഗുരുതരാരോപണവും ഉയർന്നിട്ടുണ്ട്. വ്യാഴാഴ്ച ഉച്ചയ്ക്കായിരുന്നു രജനീഷിനെതിരെ ആദ്യം ആക്രമണമുണ്ടായത്. വാഹനം തടഞ്ഞ് ആക്രമിക്കാൻ ശ്രമിച്ചെങ്കിലും രജനീഷ് കഷ്ടിച്ച് രക്ഷപ്പെട്ടു. പോത്തൻകോട് പോലീസിലെത്തി പരാതിയും നൽകി. എന്നാൽ പോലീസ് ഇത് കാര്യമാക്കിയില്ല. തുടർന്ന് വൈകിട്ട് ഇവരുടെ ഫാമിലെത്തിയ സംഘം രജനീഷിനെയും സഹോദരനെയും ആക്രമിക്കുകയായിരുന്നു. വാളുകൊണ്ടുള്ള ആക്രമണത്തിൽ രതീഷിന്റെ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു. തടയാൻ ശ്രമിച്ചപ്പോൾ കൈക്കും വെട്ടേറ്റു. രജനീഷിനെ മൺവെട്ടിയും കല്ലും കൊണ്ടാണ് ആക്രമിച്ചത്. പ്രതികൾ കഞ്ചാവ് വിൽക്കുന്ന വിവരം പോലീസിൽ അറിയിച്ചതിലുള്ള പ്രതികാരമാണ് ആക്രമണത്തിന് കാരണമായത്. നമ്മാട്ടി കൊണ്ടും വടിവാൾ ഉപയോഗിച്ച് നമ്മൾ ആക്രമിക്കുകയായിരുന്നു. അന്ന് പിന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞ് പോലീസ് വന്ന് ആണ് പിന്നെ ഹോസ്പിറ്റലിലോട്ട് പോകാൻ തുടങ്ങിയത്. നമ്മൾ കന്യാകുമാരി ഹോസ്പിറ്റലിൽ പോയി. അവിടെ നിന്ന് നേരെ ആ ഹോസ്പിറ്റലിൽ ഡോക്ടർമാരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ അവിടെ നിന്ന് ഒരു ആംബുലൻസ് വിളിച്ച് പിന്നെ അവിടെ നിന്ന് നേരെ മെഡിക്കൽ കോളേജിലോട്ട് പോയി. അവിടെ നിന്നാണ് ട്രീറ്റ്മെൻ്റ് എല്ലാം കഴിഞ്ഞ് രാത്രി 12 മണിയോടുകൂടി പോത്തൻകോട് പോലീസ് സ്റ്റേഷനിലോട്ട് വരുന്നത്. വന്നപ്പോഴത്തേക്ക് അവിടെ SI ഇല്ല, സർക്കിളില്ല, FIR രജിസ്റ്റർ ചെയ്തിട്ടില്ല. പിന്നെ മംഗലാപുരം CA വന്നിട്ടാണ് കേസ് രജിസ്റ്റർ ചെയ്യാൻ പറഞ്ഞ് FIR ഇടിയിക്കുന്നത്. ആദ്യം കന്യാകുളങ്ങര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച യുവാക്കളെ പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. അക്രമി സംഘം അവിടെയും എത്തി. മെഡിക്കൽ കോളേജ് പോലീസ് സ്ഥലത്തെത്തിയപ്പോഴേക്കും രക്ഷപ്പെട്ടു. പരാതിയുടെ ആദ്യഘട്ടം മുതൽ പോത്തൻകോട് പോലീസ് ഗുരുതര വീഴ്ച വരുത്തിയെന്നും ആരോപണമുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം.